ഇത് തിരുവനന്തപുരത്തെ വിന്നേഴ്സ് നഗർ എന്ന് പറഞ്ഞ കുത്തുമുല വാർഡിലെ അവിടെയും ഈ വെള്ളത്തിന്റെ വിഷയമുണ്ട്. ഒരു അതിലൊക്കെ വിളിക്കുകയാണ്. ഇപ്പോഴാണ് കിട്ടിയാൽ തുരുത്തുമുല്ലേ 32 വാർഡില് ഇവിടെയും ഈ ടാങ്കർ ലോറിയിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കുമോ എന്നുള്ളതിന് വേണ്ടിയാണ്. ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ കൗൺസിലർ വഴി കോർപ്പറേഷനിൽ കൗൺസിലടുത്ത് പറഞ്ഞു. മിനിസ്റ്ററെ വിളിച്ചപ്പോഴാണ് മിനിസ്റ്ററാണ് പറഞ്ഞത് നിങ്ങൾ നഗരസഭയെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴാണ് നിങ്ങൾ നമ്പർ അവിടെ നിന്ന് തന്നത് KWA. അപ്പം വാർഡ് കൗൺസിലർ എടുത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് പുള്ളിക്കാരിയും കിടന്ന് നെട്ടോട്ടോ ഓടുന്നില്ല, കിട്ടുന്നില്ല. അവർ നിങ്ങളെയൊക്കെ എപ്പോഴേ അറിയിച്ചാണ്. ഇനി വാർഡ് ഏതാ ഇവിടെ 65 വീടുകളുണ്ട്. ഒറ്റ വീടുകളിലും വെള്ളം ഇല്ലാത്ത 1-2 കിണറുള്ള വീടുണ്ട്. അവരാണ് ഇപ്പൊ തന്ന് സഹായിക്കുന്നില്ല ആൾക്കാർ. ഇപ്പൊ നിലവില് ഒരു സൈറ്റിലോട്ടാണ് വെള്ളം അടിക്കുന്നത്. ഇപ്പൊ ഒരു ടാങ്കിലോട്ടാണ് ഇവിടുന്ന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് വണ്ടി വന്നത് വെള്ളം അടിക്കുന്നത്. പേയ്മെന്റ് ഒരു സൈറ്റില് പേയ്മെന്റ് ആരടിക്കുന്നു? നമ്മൾ അടയ്ക്കുന്നതാണോ? അതെ, ഇതിപ്പോ കോർപ്പറേഷന്റെ കീഴിലുള്ള വണ്ടികളിലോട്ടാണ് സാറ് വിളിച്ചേക്കുന്നത് സാറേ. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഇത് കോർപ്പറേഷന്റെ വാർഡിന്റെ വെള്ളം ഇല്ല, അതാണ് അറിയിച്ചത്. അല്ലാതെ പേയ്മെന്റ് ഒന്ന് തന്നെ കാര്യമല്ലല്ലോ പറഞ്ഞത്. അത് കോർപ്പറേഷൻ മറ്റേ കൗൺസിലർ വഴി പറ്റത്തുള്ളൂ സാറേ. ഇപ്പൊ സാറ് വിളിച്ചത് ഞാൻ ഇപ്പൊ ഗവൺമെന്റ് ലെവലില് ദുരന്ത നിവാരണത്തിൽ വിളിച്ചപ്പോ അവിടെ നിന്ന് കിട്ടിയ KWA തന്നു. KWA നിങ്ങളെ നമ്പറിൽ നിങ്ങളോട് അറിയിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ഈ ഫോർമാലിറ്റി കഴിഞ്ഞു. നിങ്ങൾ ഈ മെമ്പറേക്ക് ഒരുമിക്കാനുള്ള പരിപാടി കഴിഞ്ഞ് മെമ്പർ ആണെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കേണ്ടി വരുന്നത്. വെള്ളത്തിന് വിളിച്ചതല്ലേ, അത് ഇനി നിങ്ങൾ ഈ പറയുന്ന ഫോർമാലിറ്റി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിച്ചത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എടുത്ത് വെച്ച് വിളിച്ചതൊന്നുമല്ല. ഓൺലൈൻ ബുക്കിംഗിന്റെ സിസ്റ്റമാണ് സാറേ. ഓൺലൈൻ ബുക്കിംഗിൽ ഓൺലൈൻ ചെയ്ത് പേയ്മെന്റ് കഴിഞ്ഞാലേ ഇവിടെ നിന്ന് വണ്ടികൾ വരത്തുള്ളൂ. ആര് പേയ്മെന്റ് എടുക്കണമെന്നാണ് അതൊന്നും പറയുന്നത്? ഈ വെള്ളം ഇല്ലാത്ത സാറ് ബുക്ക് ചെയ്യുമ്പോൾ സാറ് ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പേയ്മെന്റ് വരുന്നുണ്ട്. സ്മാർട്ട് വേണ്ട മൊബൈൽ ആപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിലോട്ടാണ് സാർ ഇപ്പം വിളിച്ചിരിക്കുന്നത്. മൊബൈൽ ആപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പേയ്മെന്റ് വരുന്നുണ്ട് സാറേ. അത് നമ്മൾ പേയ്മെന്റ് എടുക്കണമെന്നാണോ? അതെ. അങ്ങനെയല്ല ഏതെങ്കിലും ഒരു അല്ല, ഇതെന്തായാലും മീഡിയക്കാരൊക്കെ ഇപ്പൊ ഇതൊന്നും പ്രധാനപ്പെട്ട വാർത്ത അല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വാർത്തയാവേണ്ടതാണ്. കാരണം ഇപ്പൊ ഈ പ്രതിസന്ധി ഉണ്ടായിട്ട് അതിനും പേയ്മെന്റ് നാട്ടുകാർക്ക് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഹലോ. ഇതിപ്പോ ഞാൻ ഇവിടുത്തെ ഹെൽപ്പ് ഡെസ്കിന്റെ കാര്യം പറഞ്ഞതാണ് സാർ. ഹെൽപ്പ് ഡെസ്ക് നല്ല സംവിധാനമാണെന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ അറിയിക്കാം. അവർക്ക് നിങ്ങളെ നമ്പർ തന്നത് ആ ലെവലിൽ വിളിച്ചപ്പോഴാണ് നിങ്ങളെ നമ്പർ തന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അറിയിക്കാം. ഓക്കെ.